ഗുഡ് മോർണിംഗ്. ദിശ അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഷിഖ് റഹ്മാൻ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് അടുത്തടുത്തായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +1 കെമിസ്ട്രിയിലെ ഏതാനും ചില ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, കെമിസ്ട്രിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ മോൾ കോൺസെപ്റ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ സാധാരണ എക്സാമിനെ റിപ്പീറ്റായി ചോദിക്കാറുള്ളതാണ്. സോ മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചില ടേംസ് ആണ് നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് ആറ്റംസ്, വോളിയം ആൻഡ് മാസ്. ഈ 5 ടേംസും പരസ്പരം റിലേറ്റഡ് ആയി കിടക്കുന്ന ആൾക്കാരാണ്. സോ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ നേരിടാം എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. നമുക്ക് ആദ്യമായിട്ടൊരു ചോദ്യം നോക്കാം. സോ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന്. ഇവിടെയും ചോദ്യം അത് തന്നെയാണ്. ആ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത് ഏത് കോമ്പൗണ്ടിലാണ് എന്നാണ്. സോ ഏറ്റവും കൂടുതൽ ആറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് അറിയണം. ആ നമ്പർ ഓഫ് മോൾസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. അതിന് മുമ്പായിട്ട് കാർബൺ മോണോക്സൈഡ് മോളിക്കുലർ മാസ് 28 gram. Then carbon dioxide molecular mass 44 gram. Sulfur dioxide molecular mass 64 gram. And finally water molecular mass 18 gram. ഈ 4 കോമ്പൗണ്ട്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. So we know that number of moles is equal to given mass divided by molecular mass, and the given mass is 2 gram for all of these compounds. So the number of moles എങ്ങനെ വരും? 2 divided by 28 in the case of carbon monoxide, and 2 divided by 44 for carbon dioxide, and 2 divided by 64 for sulfur dioxide, and 2 divided by 18 for water molecule. So we got the number of moles, and in order to convert it into number of molecules and finally atoms, in carbon monoxide we have only one atom. We have only one atom. So into 6.022 into 10 raised to 23 into 1. Here 2 divided by 28 represents number of moles. Number of moles into Avogadro number represents number of molecules. And totally number of molecules into atomicity. Here we have only one oxygen atom. Hence the atomicity of oxygen is 1. So into 1 we will get the total number of oxygen atoms in carbon monoxide. And in the case of carbon dioxide, again we have 2 divided by 44, which means the number of moles, which is multiplied by the Avogadro number, we will get the number of molecules. So into Avogadro number we got the number of molecules, and again multiplying the number of molecules with the atomicity we will get number of atoms. And here the atomicity of oxygen is 2, so which is multiplied by 2. And in the case of sulfur dioxide we have again 2 atoms, so the atomicity of oxygen is 2. And finally in the case of water we have only one oxygen in water molecules, so we multiply it with 1. So we got 2 divided by 28 into Avogadro number into 1 oxygen atom in carbon monoxide, 2 divided by 44 into Avogadro number into 2 oxygen atoms in carbon dioxide, and 2 divided by 64 into Avogadro number into 2 oxygen atoms in sulfur dioxide, and 2 divided by 18 into Avogadro number into 1 oxygen atom in water molecule. ഇതിൽ ഏതാണ് വലുത് അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ഇതിന് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് നോക്കാം. ഇവിടെ എന്തായാലും ന്യൂമറേറ്റർ 2 ആണ്, എല്ലാത്തിലും ന്യൂമറേറ്റർ 2 ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള നമ്പേഴ്സിന് മാത്രം ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ പോരെ. ഇവിടെ 1 ആണ്, നമുക്ക് അത് കാര്യമായിട്ടില്ല. ഇവിടെ 2 ഉണ്ട്, ആ 2 ഈ 44 നമ്മൾ അങ്ങോട്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ബാക്കി 22 എന്ന് കിട്ടും. ഇവിടെ 2 ഈ 64 ക്യാൻസൽ ചെയ്താൽ നമുക്ക് 32 എന്ന് കിട്ടും. സോ ജസ്റ്റ് നോക്കിക്കേ, എല്ലാത്തിലും അവഗാഡ്രോ നമ്പർ ഉണ്ട്. ആ അവഗാഡ്രോ നമ്പറും നമുക്ക് അങ്ങോട്ട് ഒന്ന് ഒമിറ്റ് ചെയ്ത് നോക്കാം. സോ ബാക്കി ആര് വന്നു? 2 divided by 28, 2 divided by 22, 2 divided by 32, 2 divided by 18. ഇതിൽ ഏതാ വലുത്?
ഒബിയസ്ലി ആർക്കാണോ ഡിനോമിനേറ്റർ ചെറുതായിട്ടുള്ളത് അയാളായിരിക്കും വലുത്. ഇവിടെ ഡിനോമിനേറ്റർ ചെറുത് ആർക്കാണ്? 2 divided by 18. So 2 gram of water molecule has the highest number of oxygen atoms. ഈ തന്ന 4 കോമ്പൗണ്ട്സിൽ ഓക്സിജൻ ആറ്റം ഏറ്റവും കൂടുതലുള്ളത് ആ 2 gram വാട്ടർ മോളിക്യൂളിലായിരിക്കും. സോ ഇത് പറഞ്ഞു വരുമ്പോൾ ഇത്തരം സ്റ്റെപ്സ് വന്നാലും നമുക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം. സോ ജസ്റ്റ് വിതിൻ 10 or 15 seconds നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. So the next problem is 80 gram oxygen contains as many atoms as in either 10 gram of hydrogen or 5 gram of hydrogen or 80 gram of hydrogen or 1 gram of hydrogen. So ഇവിടെയും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഇനി ഞാൻ സ്റ്റെപ്സ് അങ്ങനെ ഫോളോ ചെയ്യുന്നല്ല, നമ്മൾ എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് നോക്കാം. സോ തന്നിരിക്കുന്നത് 80 gram ഓക്സിജൻ ആണ്. ആൻഡ് ഓക്സിജൻ ആറ്റം ആയിട്ടാണ് അവിടെ തന്നിരിക്കുന്നത്. സോ ദി അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ is 16 gram. So the number of moles will be 80 divided by 60. That will be the number of moles, then multiplied by Avogadro number. That will be the total number of atoms. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരിക്കുന്നത് ആറ്റമാണ്. ആറ്റം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരാളെ ഉണ്ടാവുള്ളൂ. സോ അവിടെ ആറ്റോമിസിറ്റി 1 തന്നെയാണ്. സോ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നായതുകൊണ്ട് പിന്നെ നമ്മൾ അത് എഴുതുന്നില്ല, ജസ്റ്റ് അവഗാഡ്രോ നമ്പർ വരെ മാത്രം മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓക്സിജൻ ആറ്റംസ്. ഇനി ഓരോ ഹൈഡ്രജനും എടുത്തു നോക്കാം. ആദ്യം തന്നത് 10 gram ഓഫ് ഹൈഡ്രജൻ. സോ 10 divided by, ഇവിടെ ഹൈഡ്രജനും ആറ്റമായിട്ടാണ് തന്നിരിക്കുന്നത്. സോ ദി അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ വിൽ ബി 1 gram. ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ട് തരുമ്പോഴാണ് നമ്മൾ അതിന്റെ മോളിക്കുലർ മാസ് 2 gram ആയിട്ട് എടുക്കുക. ഇവിടെ ആറ്റമായിട്ടാണ് തന്നിരിക്കുന്നത്. സോ അഗൈൻ ദി അറ്റോമിക് മാസ് വിൽ ബി 1. സോ 1 ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ അവഗാഡ്രോ നമ്പർ. ആൻഡ് ദി നെക്സ്റ്റ് ഓപ്ഷൻ 5 gram ഹൈഡ്രജൻ. So 5 divided by 1 into Avogadro number. Then 80 gram hydrogen. 80 divided by 1 into Avogadro number. And finally 1 gram hydrogen. 1 divided by 1 into Avogadro number. So that നമുക്ക് തന്നിരിക്കുന്ന ഓക്സിജന്റെ നമ്പർ ഓഫ് ആറ്റംസ്, ഇത് നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ. ഇതിൽ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരിക? നമുക്കറിയാം 80 divided by 60 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 into അവഗാഡ്രോ നമ്പർ എന്ന് വരും അല്ലെ. ഇവിടെ 5 വരുന്നത് ആരാണ്? ഇത് 10 ആണ്, ഇത് 5 ആണ്, ഇത് 80, ഇത് 1. സോ ദി ആൻസർ വിൽ ബി 5 gram ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ ഓഫ് ആറ്റംസ് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ദെൻ സബ്സിക്വന്റ് ആയിട്ട് മോളിക്യൂൾസ്, ആറ്റംസ് ആ ഓർഡറിൽ അങ്ങോട്ടേക്ക് വരാം. സോ ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ പറയാനായിട്ട് പറ്റും 80 gram ഓക്സിജൻ ആറ്റം 80 divided by 16 equal to 5. Then 10 gram hydrogen 10 divided by 1 10. അതല്ല 5 gram hydrogen 5 divided by 1 5. സോ അത് തന്നെയായിരിക്കും ഉത്തരം. എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷൻസ് കൂടി നോക്കാം. 80 divided by 1 which is 80 and 1 divided by 1 which is already 1. So നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ കിട്ടും. 5 gram hydrogen contains the as many as atoms as in 80 gram oxygen. സോ ക്ലിയർ ആണല്ലോ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. So the problem is the empirical formula of a compound is CH2O and the molecular mass is 90 gram. Find out the molecular formula of the compound. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എംപിരിക്കൽ ഫോർമുല തന്നിട്ട് മോളിക്കുലർ ഫോർമുല ചോദിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആദ്യം തന്നിരിക്കുന്ന ഫോർമുല നോക്കാം. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2O. ആ തന്ന ഫോർമുലയുടെ ഫോർമുല മാസ് കണ്ടുപിടിക്കുക. അതായത് എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുക. നമുക്കത് കണ്ടുപിടിക്കാം. എംപിരിക്കൽ ഫോർമുല മാസ് ഈക്വൽ ടു, ഇവിടെ ഒരു കാർബൺ ആണുള്ളത്, ഒരു കാർബണിന്റെ മാസ് നമുക്കറിയാം 12 gram. ദെൻ 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജന് 2 gram. ആൻഡ് ഒരു ഓക്സിജൻ ഉണ്ട്, ഒരു ഓക്സിജന് 16 gram. സോ ടോട്ടലി വി വിൽ ഗെറ്റ് 30 gram. എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടി. ഇനി നമുക്കൊരു കോൺസ്റ്റന്റ് ആവശ്യമുണ്ട്. ആ കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ n വെച്ചിട്ടാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യുക. മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുക. ആ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ. ഇവിടെ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് എന്നല്ല. സോ നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. സോ ഇവിടെ മോളിക്കുലർ മാസ് നമുക്ക് തന്നിരിക്കുന്നത് 90 gram divided by empirical formula mass 30 gram. We will get 3.
ആ കിട്ടിയ നമ്പർ വെച്ചിട്ട് ആ തന്നിരിക്കുന്ന എംപിരിക്കൽ ഫോർമുലയെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ തന്നിരിക്കുന്ന ഫോർമുല CH2O എന്നാണ്. CH2O എന്ന് പറഞ്ഞാലുള്ള അർത്ഥം C1H2O1 എന്നാണ്. സോ അതിനെ നമുക്ക് ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് 1 into 3 3 C3, 2 into 3 6 H6 and 1 into 3 3 O3. So that will be the required molecular formula C3H6O3. ഇങ്ങനെയാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുലയിൽ നിന്നും മോളിക്കുലർ ഫോർമുലയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. സോ ഇവിടെ രണ്ടും HCl തന്നെയാണ്, ആസിഡ് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ആണല്ലോ. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് വരിക? M1 V1 പ്ലസ് M2 V2 ഇസ് ഈക്വൽ ടു M3 V3. സോ ഇത് ഒരു ആസിഡിന്റെ, ഇത് രണ്ടാമത്തെ ആസിഡിന്റെ, ഇത് ഫൈനലായിട്ട് കിട്ടുന്ന ആ ഒരു മിക്സ്ചറിന്റെ ആ ഒരു സൊല്യൂഷന്റെ. സോ നമുക്ക് തരാം 0.5 മോളാർ HCl തന്നിട്ടുണ്ട്. And the volume is 800 milliliter. Then 1 molar HCl തന്നിട്ടുണ്ട്. The volume is 200 milliliter. And the final molarity നമുക്ക് തന്നിരിക്കുന്നത് M3 എന്നാണ്. And the final volume എന്ന് പറയുന്നത് 1000 milliliter ആണ്. കാരണം ആ രണ്ട് വോളിയൂംസും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ വോളിയം കിട്ടുക. സോ ഇനീഷ്യലി ഒരു HCl വോളിയം 800 milliliter ആൻഡ് സെക്കൻഡ് HCl വോളിയം 200 milliliter. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ റിസൾട്ടന്റ് സൊല്യൂഷന്റെ വോളിയം എന്ന് പറയുന്നത് 1000 milliliter ആയിരിക്കും. നമുക്ക് സോൾവ് ചെയ്യാം. 0.5 into 800 400, 1 into 200 200 equal to M3 into 1000. So rearrange ചെയ്യുമ്പോൾ we will get M3 is equal to 400 plus 200 600 divided by 1000, which is equal to 0.6 m. So option C will be the answer, 0.6 molar. Calculate the volume of carbon dioxide gas formed at STP when 0.5 mole of methane gas is burnt with 24 gram of oxygen. സോ ഇതൊരു ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സോ ലിമിറ്റിംഗ് റിയേജന്റ് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്പർ ഓഫ് മോൾസ്, മോളിക്യൂൾസ്, ആറ്റംസ്, മാസ് ആൻഡ് വോളിയം. അതിൽ ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള റിലേഷൻ നമുക്ക് അവിടെ നോക്കാം. അതായത് ഇവിടെ മീഥേൻ ഗ്യാസ് വന്നിട്ട് മോളിലാണ് തന്നിരിക്കുന്നത് 0.5 മോൾ. ഓക്സിജൻ വന്നിട്ട് ഗ്രാമിലാണ് തന്നിരിക്കുന്നത് 24 ഗ്രാം. കാർബൺ ഡയോക്സൈഡ് ചോദിച്ചിരിക്കുന്നത് വോളിയത്തിലാണ്, അറ്റ് STP വോളിയത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാം. സോ CH4 reacts with oxygen. സോ ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഓരോരുത്തവർക്കും ഏത് പാരാമീറ്റർ ആണോ തന്നിരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ആദ്യം മീഥേൻ ഗ്യാസ് നമുക്ക് തന്നിരിക്കുന്നത് മോൾസിലാണ് ആണല്ലോ. സോ മോൾ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് നോക്കിയാൽ മതി. ഇവിടെ മീഥേന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്. സോ അതിനർത്ഥം ഇവിടെ 1 മോൾ ആണ്. നമുക്ക് ഇക്വേഷനിലുള്ളത് 1 മോൾ. ആൻഡ് ഓക്സിജൻ നമുക്ക് തന്നിരിക്കുന്നത് മാസിലാണ്. സോ 2 into 2 ടോട്ടലായിട്ട് 4 ഉണ്ട്. സോ വിച്ച് മീൻസ് 64 ഗ്രാം ഓക്സിജൻ. ആൻഡ് കാർബൺ ഡയോക്സൈഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോളിയത്തിലാണ്. സോ ഇവിടെ 1 മോൾ ആണുള്ളത്. 1 മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് 22.4 ലിറ്റർ. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. 1 മോൾ മീഥേൻ ബേൺസ് വിത്ത് 64 ഗ്രാം ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസസ് 22.4 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് അറ്റ് STP. ഇതാണ് ഇവിടെ റിലേഷൻ. ഇനി നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സിൽ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്ന മോൾ എത്രയാണ്? 0.5 മോൾ അല്ലേ. 0.5 മോൾ ആണെങ്കിൽ നമുക്ക് ഓക്സിജൻ എത്ര വേണം? ആക്ച്വലി നമുക്കറിയാം 1 മോളിന് 64 ഗ്രാം വേണം. അപ്പൊ 0.5 മോളിന് എത്ര വേണം? 64ന്റെ പകുതി, അതായത് 32 ഗ്രാം വേണം.
പക്ഷെ നമുക്ക് തന്നിരിക്കുന്നതോ 24 gram. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓക്സിജൻ അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്സിജൻ നമുക്ക് ആക്ച്വലി ആവശ്യമുള്ള 32 gram ആണ്. ബട്ട് ആക്ച്വലി വി ഹാവ് ഓൺലി 24 gram ഓക്സിജൻ. സോ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനേക്കാളും കുറവാണ്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. സോ ഇനി നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. ആരാണോ ലിമിറ്റിംഗ് റിയേജന്റ് അയാളെ വെച്ച് നമുക്ക് ചെയ്യാം, വേറെ ഒരു ആവശ്യം നമുക്കില്ല. സോ ലിമിറ്റിംഗ് റിയേജന്റ് നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണ്. ഇനി ഓക്സിജനും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അവർ തമ്മിലുള്ള റിലേഷൻ മാത്രം നോക്കാം. 64 gram റിയാക്ട് ചെയ്താൽ എത്ര കിട്ടും? 22.4 ലിറ്റർ. നമുക്ക് ഇവിടെ എത്ര റിയാക്ട് ചെയ്യാൻ പോകുന്നത്? 24 gram ആണല്ലോ. സോ ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടിക്കഴിഞ്ഞു എങ്കിൽ ഇനി നമുക്ക് മീഥേന്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ല. 24 gram ഓക്സിജൻ റിയാക്ട് ചെയ്താൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സോ ഈ റിലേഷൻ ഞാൻ വൺസ് അഗൈൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണ്. 64 gram വിൽ ഗിവ് 22.4 ലിറ്റർ. അപ്പൊ നമുക്ക് ആക്ച്വലി എത്ര റിയാക്ട് ചെയ്യുന്നത്? 24. സോ ആൻസർ കിട്ടാനായിട്ട് 22.4 ഡിവൈഡഡ് ബൈ 64 ഇൻറ്റു 24 ചെയ്യുക. കാരണം ഇവിടെ 64 gram റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 22.4 ലിറ്റർ കിട്ടുന്നത്. അപ്പൊ ആ 64 gram വെച്ചിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്രയാണോ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ 24 gram റിയാക്ട് ചെയ്യുന്നു എന്നാണ് തന്നിരിക്കുന്നത്. സോ മൾട്ടിപ്ലൈഡ് ബൈ 24. So we will get it as 8.6 liters. So 8.6 liters carbon dioxide will be formed. So ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷനിൽ നമുക്ക് ആരാണോ ആവശ്യം ആ പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് എഴുതുക. ഇവിടെ മോൾസിൽ നിന്നും ഗ്രാമിൽ നിന്നും ലിറ്ററിൽ ചോദിച്ചു. സോ ആ പാരാമീറ്റേഴ്സ് മാത്രം ഞാൻ എഴുതി. എന്നിട്ട് അതിൽ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്ന് ആദ്യം കണ്ടുപിടിച്ചു. ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ ആണ്. അപ്പൊ ആദ്യം നമ്മൾ അത് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൽ നിന്നും നമുക്ക് എത്രയാണോ ആൻസർ കിട്ടേണ്ടത് അതിലോട്ട് നമ്മൾ പോകുന്നു. ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റ് ഒരു പ്രോബ്ലം. ഇത് ബന്ധപ്പെട്ട് വേറൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. For the reaction A plus 2B gives C, what will be the amount of C formed if the reaction is started with 5 moles of A and 8 moles of B? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. സോ ഇതും അതേപോലെ ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്ക് ആദ്യം ആ റിയാക്ഷൻ ഒന്ന് എഴുതാം. A plus 2B will give C. ഇവിടെ എല്ലാ മോൾസിലാണ് തന്നിരിക്കുന്നത്. A 5 moles, B 8 moles and സിയും മോൾസിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഓപ്ഷൻസും അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് തന്നെ എഴുതാം. ഇവിടെ എയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്. ഇവിടെ ബിയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. ആൻഡ് സിയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 തന്നെയാണ്. സോ അതിനർത്ഥം 1 mole A reacts with 2 mole P and produces 1 mole C. അതാണ് ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് തമ്മിലുള്ള ആ റിലേഷൻ. 1 mole A reacts with 2 moles of B and produces 1 moles of C. ഇനി നമുക്ക് തന്നിരിക്കുന്ന ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് A എന്ന് പറയുന്ന ആള് 5 moles ആണ് തന്നിരിക്കുന്നത് ആണല്ലോ. 1 mole Aക്ക് 2 mole B വേണം. സോ 5 moles of A requires 10 moles of B. 10 moles of B and it will produces 5 moles of C. റിലേഷൻ എങ്ങനെയാണ്? 1 mole A റിയാക്ട് ചെയ്താൽ 1 mole C കിട്ടും. സോ 5 moles of A റിയാക്ട് ചെയ്താൽ we will get 5 moles of C. And 1 mole A needs 2 moles of B. So 5 moles of A needs 10 moles of B to react. But actually നമുക്ക് ഇവിടെ എത്ര മോൾസ് B ആ തന്നിരിക്കുന്നത്? ജസ്റ്റ് 8 moles ആണല്ലോ. അപ്പോൾ ഈ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റൂല. അപ്പൊ റിവേഴ്സ് ആയിട്ട് വരാം. ബിയിൽ നിന്നും തുടങ്ങാം. 2 moles of B needs 1 moles of A to produce 1 moles of C. I repeat, 2 moles of B needs 1 moles of A to produce 1 moles of C. So what about 8 moles of B? 2 moles of B needs 1 moles of A. So 8 moles of B needs 4 moles of A. 4 moles of A. Then what will be the amount of C formed? Yeah, 4 moles of A
reacts with 8 moles of B and we will get 4 moles of C. So that will be the answer, 4 moles of C. And ഇവിടെ ആരാ ബാക്കി വന്നത്? Which reactant gets remained? ഇവിടെ ബാക്കി വന്നത് ആരാണെന്ന് നോക്കിയാൽ അത് A ആണ്. Because we have 5 moles of A but only 4 moles of A has been participated in the chemical reaction. So 1 mole of A remain unreacted. Maybe അങ്ങനെയും ചോദ്യം ചോദിക്കാം, ആര് ബാക്കി വന്നു, എത്ര ബാക്കി വന്നു, അതും ചോദിക്കാം. സോ ഇവിടെ ബാക്കി വന്ന ആള് A ആണ്, അത് എത്ര ബാക്കി വന്നു എന്ന് ചോദിച്ചാൽ 1 mole A is unreacted. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. Which of the following has the highest number of significant figures? And the options are 0.085, 0.850, 8.500 and 80.500. So significant figures കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓപ്ഷൻസ് ചെയ്താം. 0.085, 0.850, 8.500 and 80.500. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇത്രയും അറിഞ്ഞു വയ്ക്കുക, 0 അല്ലാത്ത എല്ലാ നമ്പറും സിഗ്നിഫിക്കൻ്റ് ആണ്. വേറെ ഒരു കണ്ടീഷനുമില്ല, 0 അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാം. ഇനി 0 കൗണ്ട് ചെയ്യാൻ മാത്രമാണ് നമുക്ക് ചില റൂൾസ് ഉള്ളത്, അല്ലേ? 0 എപ്പോഴൊക്കെ കൗണ്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ, 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിൽ 0 വരുമ്പോൾ, 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിൽ 0 വരുമ്പോൾ ആ 0 നമുക്ക് കൗണ്ട് ചെയ്യാം. 1. 2, പോയിന്റിന് ശേഷം 0 വന്നാൽ ആ 0യും നമുക്ക് കൗണ്ട് ചെയ്യാം. പക്ഷെ ആ 0 കൗണ്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ആ 0യ്ക്ക് മുമ്പായിട്ട് ഒരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ടാവണം. അതായത് ഫസ്റ്റ് കണ്ടീഷൻ, 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിൽ 0 വരുമ്പോൾ ആ 0യെ നമുക്ക് കൗണ്ട് ചെയ്യാം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ, 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിൽ വരണം എന്നില്ല, ഒരു നോൺ സീറോ ഡിജിറ്റിന് ശേഷം 0 വന്നാൽ ആ 0 നമുക്ക് കൗണ്ട് ചെയ്യാം. പക്ഷെ പ്രൊവൈഡഡ് അവിടെ ഒരു ഡെസിമൽ പോയിന്റ് വന്നിരിക്കണം. നമുക്ക് നോക്കാം റൂൾസ് എങ്ങനെ ഫോളോ ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടെ ഈ 0 നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂല, കാരണം അതിന് മുമ്പ് നോൺ സീറോ ഡിജിറ്റ് ഇല്ല. ഈ 0യും കൗണ്ട് ചെയ്യാൻ പറ്റൂല. ഈ 0ന്റെ ഇവിടെ പോയിന്റ് ഉണ്ടെങ്കിലും, ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിലും നോൺ സീറോ ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ 0യെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂല. സോ നമുക്ക് ഇവിടെ ആകെ ഉള്ളത് 8ഉം 5ഉം മാത്രം. സോ ടോട്ടൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇവിടെ നോക്കാം. അഗൈൻ ഈ 8 നമുക്ക് കൗണ്ട് ചെയ്യാം, ഈ 5ഉം കൗണ്ട് ചെയ്യാം. ഈ ആദ്യം തന്നിരിക്കുന്ന 0 കൗണ്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഈ അവസാനം തന്നിരിക്കുന്ന 0 നമുക്ക് കൗണ്ട് ചെയ്യാം. എങ്ങനെയാന്ന് ചോദിച്ചാൽ, അതൊരു നോൺ സീറോ ഡിജിറ്റിന് ശേഷമാണ് വന്നിരിക്കുന്നത് ആൻഡ് ഒരു ഡെസിമലിന് ശേഷമാണ് വന്നിരിക്കുന്നത്. സോ ഡെസിമലും ഉണ്ട്, നോൺ സീറോ ഡിജിറ്റും ഉണ്ട്. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ആ ഒരു 0 നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഇവിടെ മൊത്തം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇവിടെ നോക്കാം. അഗൈൻ 8, 5 and the 2 zeros. ഇതെല്ലാം തന്നെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 4 significant figures. And finally here we have 5 numbers. All the 5 are significant. So we have 5 significant figures here. So ഇങ്ങനെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏറ്റവും കൂടുതൽ ഏതിലാണ്, ഏറ്റവും കുറവ് ഏതിലാണ് എന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻസ് അറിയിക്കുക. നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അത് ചോദിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളത് സോൾവ് ചെയ്ത് നൽകുന്നതായിരിക്കും. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് അടുത്തടുത്തായി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു കാര്യവുമായി നിങ്ങളെവരെയും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങളിൽ നിന്നും വിട വാങ്ങുന്ന സൈനിങ് ഓഫ് ആഷിഖ്. ബൈ ബൈ.